സാറേ, മുസ്ലിംസിൽ പലർക്കും മ്യൂച്വൽ ഫണ്ടിലോട്ട് എൻട്രി ചെയ്യാൻ ഒരു വൈമനസ്യതയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതൊരു ഇൻട്രസ്റ്റ് ആണോ എന്നുള്ള ഒരു പേടിയുണ്ട് പല ആൾക്കാർക്കും. ഇപ്പം നമ്മളുടെ ക്ലയൻറ്റിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ റെഡിയാണ് ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇവരോട് പറയാനുള്ളത് എന്താണ്? അവർക്ക് പറ്റിയ ഫണ്ടുകളുണ്ടോ? എന്താണ് സാറിന് പറയാം? ഇപ്പം രഞ്ജിത്ത് പറഞ്ഞത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ സിറ്റുവേഷനിൽ ഒരു മിക്ക മ്യൂച്വൽ ഫണ്ടുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബാങ്കിങ് അങ്ങനെയുള്ള പല സെക്ടേഴ്സും പല കാര്യങ്ങളുണ്ടാവും. പക്ഷേ മുസ്ലിംസിന് ഇപ്പം നമുക്കറിയാം, അവരെ സംബന്ധിച്ച് അവർ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ അവർ നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശരിയത്ത് കംപ്ലയൻസ് ആണ്. അപ്പോൾ ശരിയത്ത് കംപ്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇപ്പം ഇൻട്രസ്റ്റിൻ്റെ പോർഷൻ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഉണ്ട്. അതിൽ കൂടുതൽ ഒരു കാരണവശാലും ഇൻട്രസ്റ്റ് പാടില്ല. പിന്നെ ലിക്വർ, ഗാംബ്ലിങ്, ഈ തരത്തിലുള്ള ഒരു സെക്ടറിലും അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു കമ്പനികളിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. ഇവർക്ക് ഇത്രത്തോളം കടബാധ്യത പാടില്ല. അങ്ങനത്തെ പല കംപ്ലയിൻസും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മീറ്റ് ചെയ്യുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല ഫണ്ടുകളുണ്ട്. അതിലിപ്പോൾ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ എത്തിക്കൽ ഫണ്ട്സ്. അപ്പോൾ എത്തിക്കൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ശരിയത്ത് കംപ്ലയൻസ് മീറ്റ് ചെയ്യുന്ന കമ്പനികളിൽ മാത്രമേ ഈ എത്തിക്കൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഫണ്ടുകളിൽ ഇപ്പോൾ ഏതൊരു മുസ്ലിംസിനും വളരെ കണ്ണടച്ച് തന്നെ നമുക്ക് നിക്ഷേപിക്കാവുന്ന ഒരു കാറ്റഗറി ഫണ്ടാണ് എത്തിക്കൽ ഫണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ചില സെക്ടർ ഫണ്ടുകളുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഫാർമ ഫണ്ടുകൾ. അപ്പോൾ ഫാർമ ഫണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമ സെക്ടറായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനികളിൽ മാത്രമേ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചില ഇപ്പോൾ IT, ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ IT സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ഫണ്ടുകളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ സിറ്റുവേഷനിൽ അതിൽ ഓൾമോസ്റ്റ് 100% തന്നെ ശരിയത്ത് കംപ്ലയൻസ് മീറ്റ് ചെയ്യുന്ന കമ്പനികളിലായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള കമ്പനികൾ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് മുസ്ലിംസിന് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഫണ്ടാണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നോർമലി ഇപ്പോൾ സാധാരണ ഒരു ഇൻവെസ്റ്ററും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ശരിയത്ത് കംപ്ലയൻസ് ഒക്കെ മീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇൻവെസ്റ്ററും വെച്ച് നോക്കുന്ന സമയത്ത് അവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് വളരെ, അതായത് ആയിരക്കണക്കിന് ഫണ്ടുകളിലെ ഓപ്ഷൻസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് സെക്ടർ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ച്, ഇന്ത്യയിലത്തെ ഒരു ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു മേജർ റോൾ വഹിക്കുന്ന ഒരു സെക്ടറാണ് ബാങ്കിങ്. അപ്പോൾ ഈ ബാങ്കിങ് ഈ ഫിനാൻഷ്യൽ സർവീസസിന് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ വളരെ ചുരുക്കമായിരിക്കും. എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞ ശരിയത്ത് കംപ്ലയൻസ് മീറ്റ് ചെയ്യുന്ന ഫണ്ടുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം പിന്നെ നോർമൽ സിറ്റുവേഷൻ നമുക്കറിയാം, ഈ പറഞ്ഞ ശരിയത്ത് കംപ്ലയൻസ് മീറ്റ് ചെയ്യുന്ന കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കൽ ലെവലിൽ, അതായത് അവരെ സംബന്ധിച്ച് അവരെ അക്കൗണ്ടിങ് ആണെങ്കിലും എന്തുകൊണ്ട് സകലതും ഒരു എത്തിക്കൽ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടായിരിക്കുള്ളൂ അവരുടെ ബിസിനസ് മോഡൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ സിറ്റുവേഷനിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിട്ടേൺസും ഈ ഒരു ഫണ്ട് കാറ്റഗറിയിൽ നിന്ന് നമുക്ക് ലഭിക്കാറുണ്ട്. എല്ലാം ഇടിഞ്ഞ് ഏറ്റവും ബോട്ടം ആട്ടെ ആ സമയത്ത് തന്നെ മൊത്തം തുക കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന നിരവധി വ്യക്തികളുണ്ട്. ഈ തരത്തിൽ ചിന്തിക്കുന്ന ഒരു 100 പേര് ഇതേപോലെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 95% ആൾക്കാർക്കും അവർക്ക് കറക്റ്റ് സമയത്ത് എൻ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം ഇപ്പം ഏറ്റവും ബോട്ടാവുന്നത് എപ്പോഴാണ്? ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള സമയത്താണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ഇനിയും താഴേക്ക് വരും എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ